രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ തൊടുപുഴ ഇടുക്കി. ശരിക്കും പെരിക്കോണി റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് ഈ ചുറ്റുവട്ടം അവാർഡിന് മുമ്പ് അവാർഡിന് ശേഷം ഇങ്ങനെ 2 കാലഘട്ടങ്ങളാണ് ശരിക്കും ഉള്ളത്. അതെ, ഒരു വീട്ടുകൂട്ടായ്മയ്ക്ക് സമൂഹത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഇടുക്കി തൊടുപുഴയിലുള്ള പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ. ആർക്കും അറിയാതെ കിടന്ന ഒരു പ്രദേശത്തെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൊടുപുഴയിൽ നിന്നും മൂലമറ്റം റോഡിൽ 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ പെരിക്കോണിയിൽ എത്താം. അവിടെ അസോസിയേഷൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപത്തുകൂടി മുകളിലേക്ക് കയറിയാൽ പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ എത്തുകയായി. മനോരമ ഓൺലൈൻ ചുറ്റുവട്ട അവാർഡിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് 2023 അപ്പോൾ ആ വർഷം തന്നെ പത്രത്തിൽ കണ്ട നമ്മൾ അറിയുന്നത്. ഞങ്ങൾ ആ വർഷം തന്നെ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തു. വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഒരിക്കലും ഗ്രാൻഡ് ഫിനാലയിൽ എത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അന്നേ ദിവസം ആ ഗ്രാൻഡ് ഫിനാലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ആ നിമിഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരിക്കാൻ വാക്കുകളില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ അവാർഡിന് ശേഷം ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. സാധാരണ കൃഷിക്കാരും ചെറുകിട വ്യാപാരികളും വീട്ടമ്മമാരും കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണിത്. നിരന്തരമായ മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവർ മനോരമ ഓൺലൈൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചുറ്റുവട്ടം അവാർഡിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അസോസിയേഷനുകളിൽ 2ാമതെത്തിയത്. തൊടുപുഴ മേഖലയിൽ റെസിഡന്റ് അസോസിയേഷൻ സ്ഥാപിച്ചപ്പോൾ ഈ മേഖലയിലുള്ള 75ഓളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളും പെരിക്കോണി എന്ന പേരിൽ റെസിഡന്റ് അസോസിയേഷൻ സ്ഥാപിച്ചു. ഇവിടെയുള്ള ആൾക്കാരുടെ വ്യക്തിഗത വിവരങ്ങളും ബ്ലഡ് ഗ്രൂപ്പും ഫോൺ നമ്പറും എല്ലാം കൂട്ടിച്ചേർത്ത് ആദ്യമായി ഒരു ഡയറക്ടറി തന്നെ ഞങ്ങൾ തയ്യാറാക്കി. വ്യത്യസ്തവും ജനോപകാരപ്രദവുമായ വിവിധ പദ്ധതികളാണ് പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഇനി ആരും വിശന്നിരിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ നടപ്പിലാക്കുന്ന അന്നപൂർണ പദ്ധതി, വിവിധ ചാരിറ്റി ഹോമുകളിലേക്ക് വസ്ത്രങ്ങൾ ശേഖരിച്ചു നൽകുന്ന കൂടപ്പിറപ്പിനായി എന്ന പദ്ധതി, നിരവധി പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, ലൈബ്രറി എന്നിങ്ങനെ ഒരു വീട്ടുകൂട്ടായ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെല്ലാം ഉത്തരം ഇവരുടെ പക്കലുണ്ട്. പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ്റെ പുതിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റവും പുതിയതായി കിണർ റീചാർജിങ് സംവിധാനമാണ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് എതിരെ നമ്മൾ നീതിശാസ്ത്രം എന്ന് പറഞ്ഞൊരു നാടകം ഞങ്ങൾ കഴിഞ്ഞ വർഷം വാർഷികത്തിന് നടത്തുകയുണ്ടായി. അത് ഡ്രഗ്സിനെതിരെയുള്ള ഒരു നല്ല മെസ്സേജുള്ള ഒരു നാടകമായിരുന്നു. അതുപോലെ എക്സൈസ് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവർ വന്ന് ക്ലാസ് എടുത്ത് പിള്ളേർക്കുള്ള ബോധവൽക്കരണം നടത്താറുണ്ട്. അമ്മമാർക്ക് ഒഴിവു സമയം ആനന്ദകരമാക്കാനുള്ള പകൽവീട് പദ്ധതിയാണ് ഈ വീട്ടുകൂട്ടായ്മയുടെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ അവരുടെ സ്നേഹവും കരുതലുമെല്ലാം ഇവർ വേണ്ടുവോളം ആസ്വദിക്കുന്നു. ഞങ്ങൾ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 10 അമ്മമാരാണ് ഇപ്പോൾ പകൽ വീട്ടിൽ ഉള്ളത്. ഞങ്ങൾ പല പരിപാടികളും പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ. തുടക്കത്തിൽ ചെറിയ കളികൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ ഒരമ്മയ്ക്ക് കലാവാസന ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ, തിരുവാതിര പഠിക്കാൻ, അങ്ങനെയുള്ള പരിപാടികളാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ഇവിടെയും അവസാനിക്കുന്നില്ല ഇവരുടെ മാതൃകാ പ്രവർത്തനങ്ങൾ. രക്തദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തവും ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. പെരിക്കോണിയിൽ ഒരു വ്യക്തിക്ക് രക്തം ആവശ്യമായി വന്ന ഘട്ടത്തിൽ അത് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് PRA സേവന എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി ചിന്തിക്കുകയും തുടങ്ങുകയും ചെയ്തത്. നിലവിൽ ഇതിന് 26 ഗ്രൂപ്പും 22,482 പേര് ഇന്ന് നിലവിലുണ്ട്. രക്തം ആവശ്യമായിട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ആവശ്യക്കാർക്ക് അത് കിട്ടുന്നതിനുള്ള ഏർപ്പാടുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ചുറ്റുവട്ടം അവാർഡിൽ മത്സരിച്ച ആദ്യ സീസണിൽ തന്നെ 2ാം സ്ഥാനത്ത് എത്തിയതോടെ ഇവർക്കുണ്ടായ ആത്മവിശ്വാസം ചെറുതല്ല. അവർ ഒരുങ്ങുകയാണ് പ്രവർത്തന മേഖലകളിൽ പുതിയ ചുവടുകളുമായി. ഈ വർഷവും ചുറ്റുവട്ടം പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഞങ്ങളുണ്ടാവും. നിങ്ങളും ഉണ്ടാവില്ലേ?